നമസ്കാരം. ഓൺലൈനിൽ ഒരു ടാരോ റീഡിംഗ് ബിസിനസ് തുടങ്ങിയാലോ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ അതിനുള്ള മറുപടിയാണ്. ഇത് എന്നോട് പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ അതിനുള്ള ഉത്തരം ലഭിക്കും. ഐ സ്റ്റാർട്ട് ദിസ് പ്രോഗ്രാം. ഞാൻ നിങ്ങളെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയും നിങ്ങൾക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ വീഡിയോ ചൂസ് ചെയ്തതിനും ഇത് കാണുന്നതിനും. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ആൻഡ് ഐ എം ഓൺ എ മിഷൻ ടു ഹെൽപ്പ് 1 lakh people learn tarot and also to help 10,000 women make a living as tarot reader. അപ്പോൾ if you want to learn tarot, you can learn from me. Else you can just watch and support me on this channel. അപ്പോൾ ആദ്യം തന്നെ പറയേണ്ട കാര്യം, പണമുണ്ടാക്കാൻ വേണ്ടി ടാരോയിലേക്ക് വരരുത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അതായത് നിങ്ങൾക്ക് ടാരോ പാഷനാണ്, അതിന് ദിവസവും കാർഡ് വായിക്കുന്ന ഇഷ്ടമാണ്, അതിൽ വിശ്വാസമുണ്ട്, കുറേ നാളായി ടാരോ റീഡിംഗ് കാണുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പാഷൻ എങ്ങനെ ഒരു പ്രൊഫഷനാക്കി മാറ്റാം എന്നാണ് ഞാൻ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ടാരോ റീഡിംഗ് തുടങ്ങി അതിനോടൊരു അഭിനിവേശവും അധ്വാനിക്കാനൊരു മനസ്സും അത് ജനങ്ങളെ സഹായിക്കണം എന്നൊരു മനസ്സിൽ നിന്ന് അടിത്തട്ടിൽ നിന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ടാരോ റീഡർ ആവാൻ പറ്റും. ഇത് ഞാൻ തന്നെ എൻ്റെ ചില വിദ്യാർത്ഥികളുടെ കഥകൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ട്രൂ ലൈഫ് സ്റ്റോറീസ്, ടാരോ ലൈഫ് സ്റ്റോറീസ് എന്ന് വെച്ച്. ഇത് 4 വിദ്യാർത്ഥികളുടെ അനുഭവങ്ങളാണെങ്കിൽ പുറത്തു വന്ന് പറയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വാളിഫിക്കേഷൻ, ടാരോ റീഡിംഗ് ബിസിനസ് തുടങ്ങാൻ എന്താണ് വേണ്ടത്? ടാരോയോടുള്ള പാഷൻ തന്നെയാണ്. അതായത് ആ ടാരോ എന്ന് പറയുന്ന അതിലെ സിസ്റ്റംസ്, ആ പടങ്ങൾ നോക്കാനും അതിൻ്റെ അർത്ഥം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഉള്ള ഏറ്റവും വലിയ താല്പര്യമാണ് ആദ്യത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്താണ്? ടാരോ റീഡിംഗ് ബിസിനസ് ഓൺലൈനിൽ തുടങ്ങുന്നെങ്കിൽ രണ്ടാമത് ടാരോയെ കുറിച്ചുള്ള അറിവാണ് നമുക്ക് വേണ്ടത്. ഈ അറിവ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സ്വായത്തമാക്കാം. പുസ്തകങ്ങൾ വായിക്കാം, കോഴ്സിന് ചേരാം, കുറേ യൂട്യൂബ് വീഡിയോകൾ കാണാം. പക്ഷെ എന്നിരുന്നാലും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അറിവാണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു ക്ലയൻറ്റിന് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും ദുർഘടമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ നമുക്ക് ഒരു വഴിവിളക്കാവാൻ പറ്റിയാൽ അതിനാണ് നാം ടാരോ പഠിക്കുന്നത്. അതുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായി ആഴത്തിൽ ടാരോ പഠിക്കാൻ ശ്രമിക്കണം. അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു കോഴ്സിൽ ചേർന്ന് പഠിക്കുന്നതാണ് നല്ലത്. ഇനി മൂന്നാമത്, അപ്പോൾ ആദ്യം നിങ്ങൾക്ക് പാഷനുണ്ട്, 2 ടാരോയിൽ നിങ്ങൾക്ക് അറിവ് നേടി. മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്താണ്? പ്രാക്ടീസ് ആണ്. ഇത് 3, 4, 5 ദിവസം കൊണ്ട് പഠിച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മളിത് ദിവസവും പ്രാക്ടീസ് ചെയ്യണം. അതായത് കണ്ണടച്ചിരുന്നാൽ പോലും ഒരു കാർഡിന്റെ പേര് പറയുമ്പോൾ അതിലെന്ത് ഇമേജാണ് വരുന്നത്, അതിലെന്ത് സന്ദേശമാണ് വരുന്നത്, എങ്ങനെ ആ കാർഡും വേറൊരു കാർഡുമായിട്ട് കണക്ട് ചെയ്യാം എന്ന് അറിയുന്ന ഒരു നിമിഷം വരെ ഇത് ദിവസവും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നിത്യാഭ്യാസി ആനയെടുക്കും എന്ന് നമ്മൾ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിച്ചിട്ടുണ്ട്. ആ നിത്യ അഭ്യാസം ഈ ടാരോ എസ്പെഷ്യലി പ്രൊഫഷൻ ആക്കണമെന്ന് ആഗ്രഹിച്ച് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. എന്ന് നിങ്ങളുടെ പ്രാക്ടീസ് നിലയ്ക്കുന്നോ അന്ന് നിങ്ങൾ താഴേക്ക് വന്നു തുടങ്ങും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇനി 4ാമത്തെ കാര്യം, അപ്പോൾ നമുക്ക് പാഷനുണ്ട്, അറിവുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പരീക്ഷിച്ച് നോക്കണം. അതായത് നമ്മൾ മറ്റുള്ളവരിൽ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നറിയണം. അതിന് ആദ്യം നമുക്ക് തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മുടെ ബന്ധുക്കൾ, അയൽക്കാർ, അങ്ങനെ നമുക്കറിയുന്ന ആളുകൾക്ക് നമുക്ക് വായിച്ചു കൊടുത്ത് അവരോട് നമുക്ക് ചോദിക്കാം എന്താണ് നിങ്ങളുടെ അനുഭവം എന്ന്. അവർ പോസിറ്റീവായിട്ട് അനുഭവം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മുടെ സർവീസ് മാർക്കറ്റ് ചെയ്യണം. അതിന് ഒരുപാട് വഴികളുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഞാൻ മറ്റൊരു വീഡിയോ വിശദമായിട്ട് ചെയ്യുന്നുണ്ട്, എങ്ങനെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ആളുകൾ അറിഞ്ഞു വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഓർക്കണം, നമ്മൾ തുടങ്ങി പിറ്റേ ദിവസം ഒന്നും നമ്മൾ കോടീശ്വരനോ ഒന്നും ആവില്ല. പക്ഷേ ഇറ്റ് ടേക്സ് ടൈം. പക്ഷെ നമുക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു വരുമാനം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ 4 കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി 5ാമത്തെ കാര്യം എന്തെന്നാൽ, പലപ്പോഴും നമ്മൾ ഈ ടാരോ റീഡിംഗ് തുടങ്ങുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. പക്ഷേ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ ഇതിന് പലപ്പോഴും നമുക്ക് സമയം കണ്ടെത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നാം ഒരു സമയം കണ്ടെത്തണമെന്നുള്ളതാണ്.
അപ്പോൾ ടാരോ ഒരു നല്ല വരുമാന മാർഗമാണോ എന്ന് നിങ്ങൾക്ക് ഇനിയും സംശയമുണ്ടെങ്കിൽ ഞാൻ അതേ പേരിൽ ചെയ്തിട്ടൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ഇവിടെ ഇടാം, നിങ്ങളത് പോയി കാണണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങളുടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ, അതായത് എൻ്റെ പ്രായം, എനിക്ക് പഠിപ്പില്ല അല്ലെങ്കിൽ സൗന്ദര്യമില്ല, അങ്ങനെ വരുന്ന എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സംശയം അല്ലെങ്കിൽ ഓർമ്മ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് മാറ്റിത്തരും. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് 5 കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു. നമ്മൾക്ക് പാഷനുണ്ട്, നമുക്ക് നോളജ് ഉണ്ട്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, നമുക്കത് നമ്മൾ മാർക്കറ്റ് ചെയ്ത് തുടങ്ങി. 5 നമ്മൾ സമയം അതിനുവേണ്ടി കണ്ടെത്തി. പിന്നെ നമ്മളൊരു പ്രൈസിങ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ, എസ്പെഷ്യലി നിങ്ങൾ തുടങ്ങുന്ന സമയത്തൊന്നും അറിവുള്ള ഒരാളെ മാതിരി അഭിനയിക്കരുത്. നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലയന്റിനോട് പറയണം, ഞാനിതിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് കാശ് വാങ്ങുക, അത് സത്യസന്ധമായിട്ട് പറയണം. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്നല്ലെങ്കിൽ നാളെ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റും വെദർ യു ആർ എ പ്രൊഫഷണൽ ഓർ എ ബിഗിനർ. കാരണം ആ വ്യക്തി പല ആളുകളുടെ അടുത്ത് പോകുന്നുണ്ടാവും, അപ്പോൾ അവർക്ക് അനുഭവം ഉണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും അഭിനയിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്താണോ സത്യം അത് തുറന്നു പറയുക. സത്യം തുറന്നു പറഞ്ഞാൽ അത് മനസ്സിലാക്കാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ക്ലയൻസ് തയ്യാറാവും. അത് ഒരു പൊതുവെ നമ്മുടെ എല്ലാവരുടെയും സ്വഭാവമാണ്. ഇത് 6 ഗുണങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിലും 7ാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുണം വേണ്ടത് എത്തിക്സ് ആണ്. അതായത് നമ്മുടെ അടുത്ത് ടാരോ റീഡിങ്ങിന് ആളുകൾ വരുന്നത് ഏറ്റവും നിരാശയിലും ഏറ്റവും എന്താ പറയുക ഒരു ബ്ലോക്ക് ഉള്ള സമയത്തിലാണ്. അവരെ ഒരിക്കലും മാനസികമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പാടില്ല. അതായത് അറിയാത്ത വിഷയങ്ങളിൽ ടാരോ റീഡിങ് നടത്താനേ പാടില്ല. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുന്നതാണ് നല്ലത്. ഒരുപാട് പ്രോബ്ലംസും അവർക്ക് മാനസിക ഭേദങ്ങളുമുള്ള ക്ലയൻസ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും കൃത്യമായിട്ട് ചില വാല്യൂ സിസ്റ്റം, എത്തിക്സ് ഇല്ലെങ്കിൽ ഇൻ ദ ലോങ് റൺ യു വിൽ നോട്ട് വിൻ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് മനസ്സിലാക്കേണ്ടത്, ടാരോ എന്ന് പറയുന്നത് ആസ്ട്രോളജി, ന്യൂമറോളജി, പാംസ്ട്രി ഇതുപോലത്തെ ഒരു ഭാവി കഥനത്തിനും ആളുകൾക്ക് ഗൈഡൻസ് നൽകുന്നതിനും ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. 12,000 വർഷങ്ങളോളം ഒരുപാട് ആളുകൾ ഉപയോഗിച്ച് കൈമാറി നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ള സംഭവമാണ്. അത് ദുരുപയോഗം ചെയ്യരുത്. ദുരുപയോഗം ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള നെഗറ്റീവ് ഇത് കിട്ടും എന്നാണ് ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ പറയുന്നത്. അപ്പോൾ സത്യസന്ധമായി നല്ലൊരു മനസ്സോടുകൂടി നിങ്ങൾക്ക് ടാരോ ഒരു ഇതാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സഹായിക്കാനായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഞാൻ ബിൽഡ് ചെയ്യുന്നുണ്ട്, ടാരോ അബണ്ടൻസ് ഹബ് എന്ന് പറഞ്ഞ്. നിങ്ങളെ ഞാൻ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ടാരോ പഠിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന എല്ലാ ക്വാളിഫിക്കേഷൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും 3 മാസത്തിനുള്ളിൽ അതിൽ നിന്നും ചെറിയൊരു വരുമാനം കിട്ടും. അത് ഒരുവിധം ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്ര നേരം കണ്ടിരുന്ന നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്ത് ചോദിക്കാം. എൻ്റെ അറിവിലുള്ള കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം.